നമസ്കാരം. അമ്മയുടെ അസുഖം മാറാൻ പുലിപ്പാല് തേടി കാട്ടിൽ പോയ അയ്യപ്പൻ്റെ ടാസ്ക് ഒന്നും ഒരു ടാസ്ക് അല്ല. അയ്യപ്പൻ്റെ പേരുള്ള ശബരിപാത എന്ന് പൂർത്തിയായി കാണുമെന്ന് ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ, അതാണ് ശരിക്കും കാത്തിരിപ്പ്. 90കളിലൊക്കെ ചർച്ച തുടങ്ങി, 95 ചർച്ച സജീവമായി. 1997 അന്നത്തെ വാജ്പേയി സർക്കാർ 500 കോടി രൂപയാണ് ശബരി റെയിൽ പാതയ്ക്കായി മാറ്റിവെച്ചത്. 14 സ്റ്റേഷനുകൾ, 107 കിലോമീറ്റർ ദൂരം. ഇതായിരുന്നു തുടക്കത്തിലുള്ള പദ്ധതി വിഭാവനം. ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് മാത്രമല്ല, വികസനത്തിൻ്റെ അപര്യാപ്തതയുള്ള ഒരു വലിയ പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് മാക്കം കൂട്ടുമെന്ന് കരുതപ്പെട്ടിരുന്ന പദ്ധതി ഇപ്പോൾ നമ്മൾ ഈ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയുന്ന പോലെ അന്നേ സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ആ സ്വപ്നം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രം. ഈ അനുവദിച്ച 500 കോടിയിൽ 269 കോടി രൂപ ചിലവാക്കി കഴിഞ്ഞു. 7 കിലോമീറ്റർ ദൂരത്തിൽ പണി പൂർത്തിയായി. 70 കിലോമീറ്ററോളം സ്ഥലം ഏറ്റെടുത്തു. എന്നിട്ടും പണി തീരാത്ത വീട്ടുപോലെ ആ പാത ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എത്രയോ കാലങ്ങളായി മനുഷ്യർ കാത്തിരിക്കുകയാണ്. ഇനിയും എങ്ങും എത്തിയിട്ടില്ല. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച കാലത്തിന് ശേഷം കേരളത്തിൽ എന്തെല്ലാം വന്നു. മെട്രോ വന്നു, വാട്ടർ മെട്രോ വന്നു, വിമാനത്താവളങ്ങൾ വന്നു, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു. ഇപ്പോഴും വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകാൻ പോകും. ശബരി റെയിൽപാത ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന മട്ടിൽ അവിടെ നിൽക്കുക. ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഇതിനകത്ത് പണം നിക്ഷേപിക്കത്തില്ല, ഞങ്ങൾ പണം ചിലവാക്കത്തില്ല എന്ന് പറഞ്ഞു. 2015 വന്ന അല്ലെങ്കിൽ 2015 ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും ശബരി റെയിൽപാതയ്ക്കായി പണം നൽകാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത് വന്ന LDF സർക്കാർ അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നു. പിന്നെ സമ്മർദ്ദം ശക്തമാകുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു, പ്രധാനമന്ത്രി അടക്കം കാണുന്നു. ശബരി റെയിൽപാതയ്ക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു. ഇതാ പാത യാഥാർത്ഥ്യമാകുന്ന അന്നും പറഞ്ഞു. ആ പറച്ചിൽ തന്നെ പിന്നെയും ഒന്നുമായിട്ടില്ല. ഇതിനിടയിൽ നമുക്കറിയാം, അങ്കമാലിയിൽ നിന്ന് നിലയ്ക്കലേക്ക് ഉള്ള ഒരു പാത, ശബരി ദർശനം യാഥാർത്ഥ്യമാക്കാൻ സുഗമമാക്കാനുള്ള ഒരു പാത എന്ന മട്ടിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ഈ പാതയാണ് എങ്ങുമെത്താതെ ഇപ്പോഴും കഠിന പ്രയത്നത്തിലൂടെ എങ്ങനെയെങ്കിലും യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിൽ ഒരുപോലെ ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, പാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ പുതിയൊരു പാത അതിനിടയ്ക്ക് കൊണ്ടുവച്ചു. അവർ പറഞ്ഞത് ചെങ്ങന്നൂർ മുതൽ പമ്പ വരെ ഒരു പുതിയ പാത, മറ്റേ പാത നിങ്ങളെ കളഞ്ഞേക്കും, ചെങ്ങന്നൂർ മുതൽ പമ്പ വരെ ഒരു പാത വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന ചോദ്യവുമായി കേന്ദ്രം വന്നു. ചെങ്ങന്നൂർ മുതൽ പമ്പ വരെ ഒരു ഇരട്ടപ്പാത വരുന്നു. ഇതിനൊക്കെ ലാഭകരമാകുമോ അത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ആകെ 2-2.5 മാസം നീളുന്ന ശബരിമല തീർത്ഥാടന കാലത്തേക്ക് ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാതയാണ് വേണ്ടത് എന്ന മട്ടിൽ സംസ്ഥാനവും വരും. കേന്ദ്രം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇരട്ടപ്പാതയാണ് വേണ്ടത്, ഒറ്റ ഒരു പാതയിൽ നടക്കില്ല. ആദ്യം ഒന്നെങ്കിൽ ഒന്ന് അത് കൊണ്ടുപോവാ, പിന്നെ നമുക്കിത് രണ്ടാക്കാം എന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. കൊങ്കണക്കുള്ള വലിയ പദ്ധതികളെല്ലാം ഒറ്റ വരി പാതയിലാണ് തുടങ്ങിയത്, അത് പിന്നീടാണ് രണ്ടായത്. അതുപോലെ തന്നെ ശബരിപാതയും നമുക്ക് 2 വരി കാലക്രമത്തിൽ 2 വരി ആക്കാം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഏതായാലും നിലവിലെ പദ്ധതി അനുസരിച്ച്, നിലവിലെ ആലോചന അനുസരിച്ച് ശബരിപാത നടക്കണമെങ്കിൽ 3800 കോടിയാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 540 കോടിയിൽ തുടങ്ങിയ ഒരു പദ്ധതി 3800 കോടിയിൽ എത്തി നിൽക്കുകയാണ്. എന്നിട്ടും ആ പദ്ധതി എങ്ങും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെയും നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ എല്ലാം മനസ്സിലിരിപ്പ്, അവരുടെ ഒരു സ്പീഡ് അഭിനന്ദിക്കാതെ വേറെ നിർവാഹമില്ല. ഇനി ഇത് ഇരട്ടപ്പാത എന്നുള്ള മട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 9000 കോടി കടക്കും. 30 വർഷങ്ങൾക്ക് മുമ്പ് 540 കോടിയിൽ തുടങ്ങി 30 വർഷങ്ങൾക്കിപ്പുറം 9000 കോടി രൂപ ചെലവ് കണക്കാക്കുന്നൊരു പദ്ധതി. എന്നിട്ടും പൂർത്തിയായത് 7 കിലോമീറ്റർ മാത്രമാണ്. ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? ഒരു കാര്യം മാത്രം പറയാം, ഈ പദ്ധതി ഈ വിധമാക്കുന്ന, ഇത് നടക്കരുത് എന്ന് ആരെങ്കിലും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ആ വേട്ടാവളിയന്മാരോടാണ്, കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും അവരോടാണ്. അയ്യപ്പൻ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു മണ്ഡലകാലത്താണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് മാത്രമേ നിങ്ങളോടും പറയാനുള്ളൂ. സ്വാമി ശരണം.